ഈ കവിത ഒരു കഥയാണ്, നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിനെ കവിതയുടെ രൂപത്തിലൊന്നാക്കിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഒരു കാട്ടിനകത്ത് ഒരു ദിവസം ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ വരികയാണ്. അവര് മരങ്ങളെ കൊള്ളയടിക്കാനായിട്ട് വരികയാണ്. മരം മുറിപ്പുകാരാണ്. അനധികൃതമായിട്ട് മരങ്ങളെ മുറിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അവർ വാളും വടവും മറ്റുപകരണങ്ങളുമായിട്ടൊക്കെ വരുന്നു. ഓരോ മരങ്ങളുടെയും അടുത്ത് ചെല്ലുന്നു. അത് ഓരോ മരവും അവർ പരിശോധിക്കുന്നു. ഇതിന് തടി നല്ലതാണോ, ഇതിന് കാതലുണ്ടോ, ഇതിന് മുറ്റുമയുണ്ടോ, ഇത് നമ്മൾ കടത്തിക്കൊണ്ടുപോയാൽ നമുക്ക് ലാഭമുണ്ടാകുമോ, ഇതിനെ പീസ് പീസാക്കി മുറിച്ച് വിറ്റാൽ പൈസ ഉണ്ടാകും, ഇതെല്ലാം അവർ പരിശോധിക്കുക. ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ബോധി വൃക്ഷത്തിന്റെ അടുത്തേക്ക് അവരെത്തുകയാണ്. ബോധി വൃക്ഷം എന്ന് പറഞ്ഞാൽ സൗരങ്ങളെ നമ്മുടെ ആൽമരമാണ്. ആൽമരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ആൽമരത്തിന്റെ അടുത്തേക്ക് അവർ ഓടിയെത്തുകയാണ്. ആൽമരം പരിശോധിക്കുമ്പോൾ സംഘത്തിന്റെ തലവം എന്ന് പറയുന്നു, ആൽമരത്തിനെ വിട്ടേക്കുക, ഈ മരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഇതൊരു പാഴ്മരമാണ്, ഇതിന്റെ തടി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, നമ്മളതിനെ വളരെ ബുദ്ധിമുട്ടി മുറിച്ചുകൊണ്ട് പോയാൽ യാതൊരു ഉപയോഗവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ ആൽമരത്തിനെ വിട്ട് മറ്റു മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് അവർ പോവുകയാണ്. എന്നാൽ അവർ പോയതിനു ശേഷം ഈ ആൽമരം പിന്നെയും 100 കണക്കിന് വർഷങ്ങൾ ആ കാട്ടിൽ തന്നെ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് പ്രാണികൾക്കും ആയിരക്കണക്കിന് പക്ഷികൾക്കും ഒക്കെ ജീവജാലങ്ങൾക്കൊക്കെ അതൊരു തണലാകുന്നു. അത് ഓക്സിജൻ കൊടുക്കുന്ന വായുവിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്നു. അത് അനേകർക്ക് ആഹാരമുണ്ടായി കൊടുക്കുന്നു, അനേകർക്ക് പാർപ്പിടമായി മാറുന്നു. അങ്ങനെ അനേകർക്ക് ആശ്രയമായിക്കൊണ്ട് 100 കണക്കിന് വർഷങ്ങളാ ആൽമരം നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ കവിത ഇങ്ങനെയാണ്. ആ കവിതയുടെ പേര് തന്നെ ബോധിവൃക്ഷം എന്നാണ്. കവിത ഇങ്ങനെയാണ്: കാടതീനുള്ളിൽ ഒരു നാളിൽ ഒരു പറ്റമാളുകൾ വന്നങ്ങ് കൂടിയിടുന്നു. കാടതീനുള്ളിൽ ഒരു നാളിൽ ഒരു പറ്റമാളുകൾ വന്നങ്ങ് കൂടിയിടുന്നു. കയ്യിൽ മഴുവുണ്ട്, വടമുണ്ട്, വാളുണ്ട്, കശാപ്പ് കോപ്പുകളേറെയുണ്ട്. കയ്യിൽ മഴുവുണ്ട്, വടമുണ്ട്, വാളുണ്ട്, കശാപ്പ് കോപ്പുകളേറെയുണ്ട്. കാട്ടിലെ ഓരോ മാമരത്തിൻ്റെയും കരളും ഹൃദയവും അറിയുന്നവർ. കാട്ടിലെ ഓരോ മാമരത്തിൻ്റെയും കരളും ഹൃദയവും അറിയുന്നവർ. പ്രകൃതി തൻ സ്വപ്നങ്ങൾ കാത്തുവെച്ചുള്ളൊരാ പച്ചക്കുടകൾ മടക്കുന്നവർ. പ്രകൃതി തൻ സ്വപ്നങ്ങൾ കാത്തുവെച്ചുള്ളൊരാ പച്ചക്കുടകൾ മടക്കുന്നവർ. ഇരയായ തടിയുടെ കാതലും പ്രായവും കണിശമായി തിട്ടപ്പെടുത്തുന്നവർ. ഇരയായ തടിയുടെ കാതലും പ്രായവും കണിശമായി തിട്ടപ്പെടുത്തുന്നവർ. അരിയേണ്ട മരമതിനരികത്ത് ചെന്നിട്ട് കൊട്ടിയും തടവിയും മൂല്യമളക്കുന്നവർ. അരിയേണ്ട മരമതിനരികത്ത് ചെന്നിട്ട് കൊട്ടിയും തടവിയും മൂല്യമളക്കുന്നവർ. ഒരു ബോധിവൃക്ഷമാ നായാട്ടുകാരുടെ കണ്ണിൽ പതിഞ്ഞവരോടിയെത്തി. ഒരു ബോധിവൃക്ഷമാ നായാട്ടുകാരുടെ കണ്ണിൽ പതിഞ്ഞവരോടിയെത്തി. പാഴാണ് തടിയത് കാതലും ശൂന്യമാം പാഴ്വേല ചെയ്യേണ്ട വിട്ടേക്കുക. പാഴാണ് തടിയത് കാതലും ശൂന്യമാം പാഴ്വേല ചെയ്യേണ്ട വിട്ടേക്കുക. പാഴെന്ന് കൽപ്പിച്ച് പാതകർ മാറ്റിയ മാമരം 100 ആണ്ട് പിന്നിടുന്നു. പാഴെന്ന് കൽപ്പിച്ചു പാതകർ മാറ്റിയ മാമരം 100 ആണ്ട് പിന്നിടുന്നു. 1000 പക്ഷികൾ 1000 പ്രാണികൾക്ക് ആഹാരമാശ്രയമേകിടുന്നു. 1000 പക്ഷികൾക്ക് 1000 പ്രാണികൾക്ക് ആഹാരമാശ്രയമേകിടുന്നു. ഈ വൃക്ഷത്തണലിലായി ധ്യാനിച്ചു ജ്ഞാനിയായി ഒരു ബുദ്ധനിന്നു ജനിച്ചിടുന്നു. ഈ വൃക്ഷത്തണലിലായി ധ്യാനിച്ചു ജ്ഞാനിയായി ഒരു ബുദ്ധനിന്നു ജനിച്ചിടുന്നു. ഒരു ഭൂമുഖത്തിന് ജ്ഞാനവും വെട്ടവും അവനിൽ നിന്നാളിപ്പടർന്നിടുന്നു. ഒരു ഭൂമുഖത്തിന് ജ്ഞാനവും വെട്ടവും അവനിൽ നിന്നാളിപ്പടർന്നിടുന്നു. പാതകർ പാഴെന്ന് ചൊല്ലുന്ന പലരിലും ജ്ഞാനവും സ്നേഹവും കരുതലും ജീവന്റെ വായുവും കാലങ്ങൾ തോറും ചുരത്തിയേക്കാം. പാതകർ പാഴെന്ന് ചൊല്ലുന്ന പലരിലും ജ്ഞാനവും സ്നേഹവും കരുതലും ജീവന്റെ വായുവും കാലങ്ങൾ തോറും ചുരത്തിയേക്കാം. കാലങ്ങൾ തോറും ചുരത്തിയേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മളെ ഇന്ന് എല്ലാവരും പാഴ്ജന്മമെന്നായിരിക്കും വിളിക്കുന്നത്. നീ ഒരു ദൈവ പൈതലായതിൻ്റെ പേരിൽ, നീ ഒരു ദൈവവിശ്വാസിയായതിൻ്റെ പേരിൽ നിന്നെ പാഴ്ജന്മമെന്ന് വിളിക്കാൻ അനേകരുണ്ടാവാം. നിന്നെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്ന് ചിന്തിക്കുന്നവർ അനേകരുണ്ടാവാം. നിന്നെ ഒരുപക്ഷെ എങ്ങും പരിഗണിക്കുന്നില്ലായിരിക്കാം. നീ എല്ലായിടത്തും അപമാനത്തിനാകുന്നുണ്ടാവാം, നിന്ദിതനാകുന്നുണ്ടാകാം, പരിഹാസപാത്രമാകുന്നുണ്ടാകാം. പ്രിയ ദൈവവേദനെ, മടുക്കേണ്ട. ഈ കവിതയിലെ ആശയം ഇതാണ്: നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാമെങ്കിൽ, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആ പ്രകാശം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, നീ നിന്നെ തന്നെ
തണ്ടിന്മേൽ കൊളുത്തി വെച്ചൊരു വിളക്ക് പോലെ മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് സമർപ്പിക്കാമെങ്കിൽ നിന്നിൽ നിന്ന് അനേകർക്ക് ആശ്രയമുണ്ടാകും, സ്നേഹമുണ്ടാകും, കരുതലുണ്ടാകും. നീ അനേകർക്ക് നിത്യജീവന്റെ കാരണക്കാരനായി മാറും. നമുക്കതിനായിട്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.